കണ്ടില്ലേ, ഈ ദുഷ്ടരാണ് ഈ മയിലുകൾ. നമ്മൾ എന്നോട് ഒരു സ്നേഹമില്ലേ മയിലിന്. എപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഇതും കൊണ്ടിരിക്കുകയാണെന്നറിയാമോ? ഇരുന്നിരുന്ന് ഞാൻ മടുത്തു. രണ്ടെണ്ണവും കണ്ടില്ലേ, വരുന്നതേ ഇല്ല. എത്ര വിചാരിച്ചിട്ടും രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഗോതമ്പ് നിലത്ത് കിടക്കുകയാണ്. എന്തോരം ഗോതമ്പ് വാരി ഇട്ട് കൊടുത്തെന്നറിയാമോ ഇവർക്ക് കഴിക്കാനായിട്ട്? അവർ കഴിക്കുന്നുമില്ല, അവർ താഴേക്ക് വരുന്നുമില്ല. കണ്ടില്ലേ? ആഹാ ആഹാ, മക്കളെ കൊള്ളാലോ. ബാ ബാ ബാ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ മയിലിന്. നേരത്തെ ഇവിടെ സ്ഥിരമായിട്ട് വരാമായിരുന്നേ. ഇപ്പോൾ കുറേ നാളുകൊണ്ടേ വരവ് നിർത്തി വെച്ചിരിക്കുന്നു. പക്ഷേ ഇന്നലെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരവ്. മുമ്പ് ഇതിൽ നിന്ന് വലിയ, എനിക്കൊന്നും ഇത് ഏതാണ്ട് ചെറിയ ടൈപ്പ് മതിലാണ്. മതിലല്ല മതിലല്ല, മയിലാണെന്ന് തോന്നുന്നു. പക്ഷേ മുമ്പൊക്കെ വരുന്നതുണ്ടല്ലോ കുറച്ചുകൂടി വലിയ സൈസുള്ളതായിരുന്നു. പക്ഷെ അയാളിപ്പം വരുന്നില്ല. ഇതിപ്പോൾ ഇവർ രണ്ടുപേരുമാണ് വരുന്നത്. കണ്ടില്ലേ? ആഹാ, ഇങ്ങോട്ടൊന്ന് വായോ. ഭയങ്കര വെയിൽ കേട്ടോ. ഇയാൾ കുറേ നേരം കൊണ്ട് ഇങ്ങോട്ട് ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചാടുന്നില്ല. കാരണം നിലത്ത് മുഴുവനും ഗോതമ്പാണ് കിടക്കുന്നത്. ഇനി എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ എന്തോ വരാത്തത്. പക്ഷെ ഞാൻ കുറച്ച് ദൂരേക്ക് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ മേലോട്ടൊക്കെ ചെന്നപ്പോൾ എല്ലാവരും അരിയും ഗോതമ്പും ഒക്കെ കൊടുത്തു. അതുകൊണ്ട് ഈ ഏരിയ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കണ്ടില്ലേ, പോണത് നോക്കിയാണ് കള്ളരെ, ദുഷ്ടരെ. എൻ്റെ ഗോതമ്പ് കഴിക്കാതെ പോകുന്നല്ലേ. ഇന്ന് മുഴുവനും ഞാൻ വഴക്ക് കേൾക്കും. ഇത്രയും ഗോതമ്പ് വാരി എറിഞ്ഞേന് ഞാനങ്ങ് വാരി വിതറി ഇട്ടിരിക്കുകയായിരുന്നു ഇവറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പോകുന്നുണ്ടില്ലേ, ഒരു മനസാക്ഷിയില്ലാതെ. നോക്ക്, ഇത്രയും പാടില്ല കേട്ടോ, ഇത്രയും മനസാക്ഷിയില്ലാതാവല്ലേ. എൻ്റെ ഗോതമ്പ് കഴിക്കാതെ പോകുന്നു. ഞാൻ മിണ്ടത്തില്ലേ. പക്ഷെ ഇവർ വരാൻ തുടങ്ങിയാലുണ്ടല്ലോ തളിരുകളൊക്കെ കൊത്തി തിന്നുവേ ഇവർ. ദേ പോകുന്നു, പമ്മി 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 പമ്മി. ഞാനും ഒപ്പം വരണോ? വേണ്ട, എന്നെ കണ്ട അവർ പോവും. എവിടെ? ആഹാ, അതിൻ്റെ കീഴിലുണ്ട് ഇവർ. ഞങ്ങളുടെ മുരിങ്ങേരി റംബുട്ടാൻ്റെ അടുത്തായിട്ടിരിപ്പുണ്ട്. അവിടെ തന്നെ ഉണ്ട്. ദേ പോണു. ആഹാ, അടിപൊളി. ഞാനുണ്ട് കേട്ടോ കൂടെ. എനിക്ക് നിങ്ങളുടെ പിന്നാലെ വരാനൊരു മോഹം. കൊത്തല്ലേ. ആഹാ, നല്ല കാറ്റ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മയിലിനെ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. മയിലിനെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ? കണ്ടില്ലേ? എന്താ അഴക്. പക്ഷേ ഇങ്ങോട്ട് താഴേക്കൊന്ന് വായോ, ഓടി വായോ, ഇങ്ങോട്ട് താഴേക്ക് വായോ. ഇതെങ്ങോട്ട് പോവാ? എൻ്റെ പൊന്നു മയിലേ. ഞാൻ മയിലേന്നാട്ടോ വിളിച്ചത്. ഇങ്ങോട്ട് പോരെ. ഞാൻ നിങ്ങളുടെ പിന്നാലെ വരിക. നിങ്ങൾ ഏത് വരെ പോകും? ഞാനിവിടെ നോക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. അയ്യമ്മ, ദാ ഇരിക്കുന്നു കുട്ടൂസേ. ദാണ്ടേ, ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടടാ കണ്ണപ്പ. പിന്നല്ല. ഇനി റിവ്യൂ എടുക്കേണ്ട സമയം കഴിഞ്ഞു മയിലുകളെ. എന്നിട്ടും ഞാൻ നിങ്ങളുടെ പിന്നാലെ അലയാണ്. റിവ്യൂ പോലും എടുക്കാതെയാണ് നിങ്ങളുടെ പിറകെ വരുന്നത്. കണ്ടില്ലേ, എത്ര സീരിയലിൻ്റെ റിവ്യൂ ഇടാനുള്ളതാണ്. എൻ്റെ റിവ്യൂ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് പോലും നിങ്ങൾക്കൊരു മൈൻഡില്ല, ഒരു ഇഷ്ടമല്ല എൻ്റെ കൂടെ അല്ലേ. എന്നാലും ഞാൻ പിറകെ വരും. കണ്ടോ, ഞാൻ ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ അടുത്താണെങ്കിൽ ഇല്ലേ, എവിടെ, ഒരുപാട് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഫോണ് അടിപൊളി ആയതുകൊണ്ടേ ടണ്ടടൈ എന്നെ ആക്രമിക്കരുതേ പ്ലീസ് മക്കളെ, പ്ലീസ്.
പ്ലീസ് 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 പ്ലീസ്. അടിപൊളി. ഞാൻ ഒരുപാട് അടുത്താണ് നിൽക്കുന്നത്, തൊട്ടടുത്താണ് നിൽക്കുന്നത്, തൊടുന്നത് പോലെയാണ് നിൽക്കുന്നത്. കണ്ടോ കണ്ടോ, വാവ്, ഇത്രയധികം അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നു. അമ്മേതേ ചാടിപ്പോയി പുല്ലുകൾ. അയ്യോ, എവിടെ? അയ്യോ, ദേ പോയി, രണ്ടെണ്ണം പോയി. ഇനി എനിക്ക് പിന്നാലെ പോകാൻ പറ്റൂല കേട്ടാ, കാരണം ഇത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ചേർന്നുള്ളൊരു പുരയിടമാണ്. ഇവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഇത് ഒത്തിരി വലിയ പുരയിടമാണ്. ഇനി ഇവരെ കിട്ടത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വരും, വരാതിരിക്കത്തില്ല. കാരണം ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ. നമ്മുടെ വീട്ടിൻ്റെ ബാക്കാണ്. നല്ലൊരു അടിപൊളി കൃഷിയൊക്കെയുള്ള ഒരു പുരയിടമാണ്. കണ്ടില്ലേ, നല്ല സൂപ്പറാണ് കാണാൻ. ഇവിടോട്ട് മയിൽ ചാടിപ്പോയാൽ പിന്നെ അത് വരാൻ ചാൻസ് ഇല്ല. ഇതോ നിൽക്കുന്നു. കാരണം ഇവിടെയൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഒരു ദിവസം വൈകുന്നേരം വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ പുരയിടം നല്ല രസമാണ്. പറങ്കാവിൻ്റെ കൃഷിയും അതുപോലെ തന്നെ വാഴക്കൃഷിയും മാവിൻ്റെ അങ്ങനെയൊക്കെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പുരയിടമാണ്. കണ്ടില്ലേ, ഏതോ ഇരിക്കുന്നു. മതി, എനിക്കിനി നിങ്ങളുടെ വീഡിയോ പിടിക്കാൻ വയ്യ. അപ്പോൾ ബൈ ബൈ. ഓക്കെ.